ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അതിന് മുൻപൊരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് വളരെ വേഗം നോക്കാം. മിഷനറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും, ആ ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് തിരുവിതാംകൂറിലായിരുന്നു പ്രവർത്തന മേഖല. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS എന്നാണ് അതറിയപ്പെടുന്നത്. അതെവിടെയാണ്? പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് CMS ആണ്. ചർച്ച് മിഷൻ സൊസൈറ്റി CMS. അതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കൊച്ചിയും തിരുവിതാംകൂറുമാണ്. അടുത്തത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അല്ലെങ്കിൽ BEM, അതെവിടെയാണ്? മലബാറിലാണ്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറാണ്. ഇത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലെങ്ങാനും കയറി ചോദിക്കുവാണെങ്കിലോ, നമ്മളിതൊക്കെ പണ്ട് പഠിച്ചതാണ്. അപ്പോഴൊരു റിവിഷനായിട്ട് ഇത് കണക്കാക്കിയാൽ മതി. LMS എവിടെയാണ്? തിരുവിതാംകൂറിൽ. CMS കൊച്ചി തിരുവിതാംകൂറിലുമാണ്. BEM എന്ന് പറയുന്നത് മലബാറിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഒരു കോളം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കഴിഞ്ഞ ഫേസിൽ ചോദിച്ചതാണ്. 2 കമ്മീഷനുകൾ, രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും കഴിഞ്ഞ ഫേസിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ഈ കമ്മീഷനുകളൊന്ന് നോക്കിപ്പോകാം. ഫസ്റ്റ് വൺ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, വർഷം 1948 അഥവാ 1948 ആണ്. ലക്ഷ്യം എന്ന് പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസമാണ്. ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസം. അതിൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. പിന്നീട് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ രൂപീകരണം. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 ആണ്. അടുത്തത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 ആണ്. 1952 അതെന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ നോക്കാം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ത്രിഭാഷാ പദ്ധതിയാണ്. അടുത്തത് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണം. ഇതൊക്കെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണമാണ് പറയുന്നത്. അടുത്തത് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. കൂടാതെ തന്നെ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്ന് പറഞ്ഞത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. 1952 ആണ് വർഷം. അടുത്തത് ഡോക്ടർ S കോത്താരി കമ്മീഷൻ 1964 1964. ലക്ഷ്യം എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ശുപാർശ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചതാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 10+2+3 മാതൃക കൊണ്ടുവന്നത് ഏതാണ്? ഡോക്ടർ S കോത്താരി കമ്മീഷനാണ്. അടുത്തത് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ S കോത്താരി കമ്മീഷനാണ്. അടുത്തത് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 2 ടോപ്പിക്കാണ് നോക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.